ഹായ് ഫ്രണ്ട്സ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് 2024 അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ന് മാർച്ച് 16 തീയതിയാണ് അപേക്ഷ അയക്കാനുള്ള വിൻഡോ ഓപ്പൺ ആയത്. ഇന്നലെ തന്നെ അത് അറിയിപ്പ് കിട്ടിയതാണ്. എന്നാൽ വിൻഡോ ഓപ്പൺ ആകാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. അതുപോലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പ്രോസ്പെക്ടസ് ജൂലൈ 2024 എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സിലബസിനെ പറ്റി അറിയണമെങ്കിൽ കറണ്ട് സിലബസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ബയോടെക്നോളജിയുടെ സിലബസും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ഡിക്ലറേഷൻ ആയിട്ട് ഫൈനൽ ഇയർ PG അല്ലെങ്കിൽ ഫൈനൽ ഇയർ B.Ed പഠിക്കുന്ന സ്റ്റുഡൻസിനായിട്ടുള്ള ഡിക്ലറേഷൻ അതിന്റെ ഫോം ലഭിക്കാനായിട്ടും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 16 മാർച്ച് 16 തീയതിയാണ്. അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് ഏപ്രിൽ 15 തീയതിയാണ്. അതായത് ഒരു മാസം നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പേയ്മെന്റ് അടക്കാനുള്ള അപ്ലിക്കേഷൻ ഫീ അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 17/4 മാർച്ച് 17 തീയതി 11:50 വരെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ അപ്ലിക്കേഷനിൽ വരികയാണെങ്കിൽ അത് തിരുത്താനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 18 തീയതി മുതൽ 20 തീയതി, അതായത് ഏപ്രിൽ 18 മുതൽ ഏപ്രിൽ 20 വരെയാണ്. അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്ന വിവരം പിന്നീട് അറിയിക്കുമെന്നും അതുപോലെ തന്നെ എന്നാണ് പരീക്ഷ എന്നുള്ള വിവരവും പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജൂലൈയിൽ പരീക്ഷ ഉണ്ടാവും. അത് ഏത് ഡേറ്റിനാണ് നടക്കുക എന്നുള്ളത് പിന്നീട് ഒരു ദിവസം അറിയിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. OBC നോൺ ക്രിമീലിയർ സർട്ടിഫിക്കറ്റ്. OBC നോൺ ക്രിമീലിയർ സർട്ടിഫിക്കറ്റ് വേണ്ടത് 17/3/2023 മുതൽ 20/4/2024 വരെ. അതായത് 2023 മാർച്ച് 17 മുതൽ 2024 ഏപ്രിൽ 20 വരെ നിങ്ങൾക്ക് ഡേറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വർഷത്തെ ഡേറ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ നോൺ ക്രിമീലിയർ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെ നമുക്ക് ഇതിന് ഉപയോഗിക്കാം. കേരളത്തിൻ്റെതായതുകൊണ്ട് നമ്മൾ താലൂക്കിൽ നിന്ന് വാങ്ങുന്നതും വേണ്ട, വില്ലേജിൽ നിന്ന് വാങ്ങുന്നത് മതിയാകും. ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ UGC നെറ്റ് എക്സാമിന് താലൂക്കിൽ നിന്നൊക്കെ വാങ്ങിയതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നോൺ ക്രിമീലിയർ സർട്ടിഫിക്കറ്റ് ഈ ഡേറ്റിനുള്ളിൽ തന്നെ ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം OBC വിഭാഗത്തിൽ പെടുന്നവർ ശ്രദ്ധിക്കുക. അതിന്റെ വിവരങ്ങളെല്ലാം തന്നെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഫസ്റ്റ് ഇയർ PG അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ B.Ed സ്റ്റുഡന്റ് എലിജിബിൾ അല്ല എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ ഇയറുകാർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. കാരണം PG കഴിഞ്ഞ് B.Ed ഫൈനൽ ഇയർ ഉള്ളവരും അതുപോലെ തന്നെ കൊമേഴ്സ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് PG ഫൈനൽ ഇയറിന് പഠിക്കുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോൺ ക്രിമീലിയറിന്റെ കാര്യം കൃത്യമായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. റിസർവേഷൻ കാറ്റഗറിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന വിൻഡോ എന്ന് പറയുന്നത് വിൽ ബി അവൈലബിൾ 16/3/2024 ആഫ്റ്റർനൂൺ ഓൺലി. അതായത് ഇപ്പൊ 16/3/2024 ഇന്ന് ഉച്ചക്ക് ഒരു 3 മണിയോടകം തന്നെ നമുക്ക് ഇതിനായിട്ടുള്ള ആപ്ലിക്കേഷൻ അയക്കാനുള്ള വിൻഡോ ഓപ്പൺ ആകും. കേരള സെറ്റ് ജൂലൈ 2024 ആപ്ലിക്കേഷന്റെ ലിങ്ക്, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ സെറ്റ് എക്സാം അപ്ലൈ ചെയ്യാനുള്ള വിൻഡോയിലേക്ക് എത്തും. നിങ്ങൾക്ക് അവിടെ ഈ 3 മണിക്ക് ശേഷം ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് പറഞ്ഞതാണ്. ഇനി വരുന്ന സെറ്റ് എക്സാമിനായിട്ട് ജനറൽ പേപ്പറിന്റെയും അതുപോലെ തന്നെ കൊമേഴ്സിന്റെയും ഇംഗ്ലീഷിന്റെയും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നൽകി വരുന്നുണ്ട്. നമ്മുടെ മറ്റൊരു ചാനലിലാണ്, ഈ അറിവ് എന്ന ചാനലിലാണ് ആ ക്ലാസ്സുകൾ നൽകി വരുന്നത്. ചാനലിന്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ വരുന്നതിന് തൊട്ട് മുമ്പേ തന്നെ നമ്മൾ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. നിങ്ങൾ എല്ലാവരും തന്നെ ആ ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സിന് ജോയിൻ ചെയ്യാം. 1000 രൂപയിൽ താഴെ മാത്രമാണ് ഫീ വരുന്നത്. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. സെറ്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് അതിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാകും. നമ്മൾ ഏതൊരു പരീക്ഷയെ സമീപിക്കുമ്പോഴും അതിന്റെ സിലബസ് നമ്മൾ അറിഞ്ഞിരിക്കണം, സിലബസ് മനസ്സിലാക്കിയിരിക്കണം. സിലബസ് ലഭിക്കാനുള്ള ലിങ്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സിലബസ് മനസ്സിലാക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ഓരോ കാര്യങ്ങളും, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, എന്തൊക്കെ കാര്യങ്ങൾ അറിയില്ല, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇനി നമ്മൾ നെറ്റ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് പരീക്ഷക്കാണോ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആ പരീക്ഷ കണ്ടിന്യൂ ചെയ്യുക. സെറ്റ് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ സെറ്റ് എക്സാമിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മാറ്റുക. അല്ലെങ്കിൽ ഏത് പരീക്ഷക്കാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ പരീക്ഷയുമായി മുന്നോട്ട് പോവുക. ഇപ്പൊ ഒരുപാട് PSCകളൊക്കെ വിളിച്ചിട്ടുണ്ട്, LP, UP, LDC, ഇതിനൊക്കെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ അതിന്റെ പ്രിപ്പറേഷൻ മുന്നോട്ടേ കൊണ്ടുപോവുക. സെറ്റിനായിട്ടുള്ള ഫ്രീ ക്ലാസ്സുകളും നോട്ടുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം. 100% സിലബസ് കവർ ചെയ്തിട്ടുള്ള നോട്ടുകളും നിങ്ങൾക്ക് ലഭിക്കും. അതിനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്കൊരു 3 മണിക്ക് ശേഷം അപേക്ഷ സ്റ്റാർട്ട് ആവും. ഇന്നലെ തന്നെ ഇതിന്റെ അറിയിപ്പ് വന്നതാണ്. വളരെ പെട്ടെന്ന് വീഡിയോ ചെയ്യാണ്ടിരുന്നത്. ഓൾറെഡി വിൻഡോ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഇന്ന് മോർണിംഗിലാണ് വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.